ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്യുപ്മെന്റ്സ് സെലക്ഷൻ, പർച്ചേസ് സ്പെസിഫിക്കേഷൻ ഫോർ എക്യുപ്മെന്റ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്നുള്ള ടോപ്പിക്കാണ്. 6th സെമസ്റ്റർ ബിഫാം ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസ് യൂണിറ്റ് 2 തേർഡ് ടോപ്പിക് ആയിട്ട് വരുന്ന ഒരു സെഷനാണ് എക്യുപ്മെന്റ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ബോത്ത് ഈ രണ്ട് സാധനത്തിന്റെയും ഈ പറഞ്ഞ സാധനങ്ങളാണ് നമ്മളെ സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. So this is the learning objective of today's session. After the session, you will able to understand, describe and write about equipment selection, purchase specification for equipments and maintenance of equipment. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇതിൽ പർച്ചേസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജനറൽ ആയിട്ട് പർച്ചേസ് സ്പെസിഫിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് എക്യുപ്മെന്റിന്റെയോ അല്ലെങ്കിൽ റോ മെറ്റീരിയലിന്റെയോ പർച്ചേസ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ equipments which is used in the pharmaceutical industry. So as an introduction, we know that pharmaceutical industry must have to use sophisticated equipments in this scenario അല്ലെങ്കിൽ in this century. ഇപ്പോ നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പല എക്യുപ്മെന്റ്സുകളും യൂസ് ചെയ്യുന്ന കാലമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഫോർ ദ എൻഷുറൻസ് ഓഫ് സേഫ്റ്റി ആൻഡ് എഫിക്കസി ആൻഡ് ആൾസോ ഫോർ ദ പ്രോഫിറ്റ് ഫോർ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഇറ്റ് ഈസ് വെരി വെരി ക്രിട്ടിക്കൽ to select an appropriate equipment. So this is the importance of equipment selection. The selection, purchase and maintenance are the critical components of pharmaceutical quality management system to ensure the consistency, quality and safety in the production. So if you are looking into different equipments which is used in the pharmaceutical industry, it may be a single piece or a group of working equipments. ചില സമയത്ത് ചില എക്യുപ്മെന്റ്സുകൾ സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ലൈക്ക് വെയിങ് മെഷീൻ പോലെയുള്ള സാധനങ്ങളായിരിക്കാം. ചില സമയത്ത് ഗ്രൂപ്പ് ഓഫ് എക്യുപ്മെന്റ്സിന്റെ കൂടെയുള്ള ചെറിയ എക്യുപ്മെന്റ്സുകളായിരിക്കാം, ലൈക്ക് വാട്ടർ പ്യൂരിഫയർ. വാട്ടർ പ്യൂരിഫയർ ആസ് സച്ച് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ആവശ്യമില്ല. പക്ഷെ ഇഫ് യു ആർ യൂസിങ് ആൻ parenteral preparation, it must be supplied with purified water. After that, this purified water has to be used for water for injection. അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു സംഗതിയാണ് ഈ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് മോർ ഓവർ ഇറ്റ്, ദ എക്യുപ്മെന്റ്സ് ആർ ദ തിങ്സ് വിച്ച് ആർ ഡയറക്ട്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ദ റോ മെറ്റീരിയൽ ആൻഡ് പ്രൊഡക്ട്സ്. ഓക്കെ, ഈ സർഫസിൽ കോണ്ടാക്ട് ചെയ്തിട്ടായിരിക്കും ഏതൊരു പ്രൊഡക്റ്റും ഒരു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നത്. സോ ദ ക്വാളിറ്റി ഓഫ് ദ എക്യുപ്മെന്റ്സ് വിൽ പ്ലേ എ മേജർ റോൾ ഇൻ എൻഷുറിംഗ് ദ സേഫ്റ്റി ആസ് വെൽ ആസ് എഫിക്കസി ഓഫ് pharmaceutical products. So it must be designed and constructed in such a way that there should be a minimum contamination from the part of equipments. ആ രീതിയിലായിരിക്കണം നമ്മൾ എക്യുപ്മെന്റ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുന്നത്. ഓക്കെ, so first of all, design and construction of an equipment which is used in a pharmaceutical industry, it must be designed in such a way that it will suit to the purpose of its use. നമ്മൾ ഒരു എക്യുപ്മെന്റ്സ് എന്തിനാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു യൂസ് ആ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ സ്യൂട്ട് ആവുന്ന രീതിയിലായിരിക്കണം. ഒരു ചെറിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവർക്ക് ചെറിയ ഔട്ട്പുട്ട് തരുന്ന ഒരു എക്യുപ്മെന്റിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് സ്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം. ആൻഡ് ദ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി ടു ദ നേച്ചർ ഓഫ് ദ പ്രോസസിങ് അണ്ടർടേക്കൺ. അപ്പോൾ ഇവിടെ കൊറോസീവ് ആയിട്ടുള്ള സാധനങ്ങളോ അബ്സോർപ്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളോ റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ആവാൻ പാടില്ല. ഇപ്പോ നമ്മൾ എപ്പോഴും പറയാ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള സാധനങ്ങളാണ് പ്രിഫർ ചെയ്യുന്നത്. അതിനുള്ള കാരണം അയൺ സ്വാഭാവികമായിട്ടും കൊറോഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ കൊറോസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രൊഡക്റ്റിലോട്ട് വരും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ വെൻ വി ആർ ഡിസൈനിങ് ആൻ എക്യുപ്മെന്റ് ഇറ്റ് മസ്റ്റ് ബി ഡിസൈൻഡ് ഫോർ ആൻഡ് ക്ലോസ്ഡ് ഓപ്പറേഷൻ ആസ് മച്ച് ആസ് പോസിബിൾ. ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ ആ എക്യുപ്മെന്റ് എത്രത്തോളം ക്ലോസ് ചെയ്തെക്കാൻ പറ്റും, എസ്പെഷ്യലി ദ പാർട്ട് വിച്ച് വിൽ പ്രൊഡ്യൂസ് സം കൈൻഡ് ഓഫ് ഡസ്റ്റ്. സൈസ് റിഡക്ഷൻ ഉള്ള ഒരു എക്യുപ്മെന്റ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് സൈസ് റിഡക്ഷൻ അട്രിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലാണ് സൈസ് റിഡക്ഷൻ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും കട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസുകൾ വരാനുള്ള ചാൻസസുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം അത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ആൻഡ് ഇഫ് നോട്ട് പോസിബിൾ, അത് പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ കണ്ടാമിനേഷൻ മിനിമൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഫെസിലിറ്റി നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൗ വൈൽ ഇൻസ്റ്റാളിംഗ് ഓർ വൈൽ പർച്ചേസിംഗ് ഓർ വൈൽ സെലക്ടിംഗ് ആൻ എക്യുപ്മെന്റ്,
അതിന്റെ കൂടെ നിർബന്ധമായിട്ടും വി ഷുഡ് പ്രൊവൈഡ് ആൻ ക്രിട്ടിക്കൽ ഡയഗ്രാം ഓർ ഡയഗ്രാം ഓഫ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് മസ്റ്റ് ബി മെയിൻറ്റെയിൻ. ഇതിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാർട്ട് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് ഡയഗ്രാം വെച്ച് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഫോർ ദ ഈസി യൂസ് ഓർ സ്മൂത്ത് യൂസ് ഓഫ് എവറി എക്യുപ്മെന്റ്സ് വി ഹാവ് ടു യൂസ് സം കൈൻഡ് ഓഫ് ലൂബ്രിക്കൻസ്. സോ വി ഹാവ് ടു സെലക്ട് സം കൈൻഡ് ഓഫ് ലൂബ്രിക്കൻ വിച്ച് ആർ നോൺ ടോക്സിക് ആൻഡ് എഡിബിൾ. ചില സമയത്ത് എഡിബിൾ ആയിട്ടുള്ള ഓയിൽസുകളാണ് പലപ്പോഴും ലൂബ്രിക്കൻസുകളായിട്ട്, ഗ്രീസ് ഒക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാവുമ്പോഴും എഡിബിൾ ആയിട്ടുള്ള ഓയിൽസുകളാണ് ലൂബ്രിക്കൻസുകളായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം പ്രൊഡക്റ്റുമായിട്ട് കോൺടാക്ട് വരാതിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം ഒന്ന്. ഇനി ഇൻ കേസ് വന്നാൽ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് കോസ് എനി കൈൻഡ് ഓഫ് ഹാംനെസ് ടു ദ അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് സേഫ്റ്റി പ്രോബ്ലം ടു ദ പ്രൊഡക്റ്റ്. ഇതെല്ലാം സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും the product will be unsafe. Okay, so that is all about the design and construction of an equipment. Now coming to the location which is used to install the equipments. ഇവിടെ ലൊക്കേഷൻ ഉദ്ദേശിക്കുന്ന അതാണ്, അല്ലാതെ പ്ലാൻ ലൊക്കേഷൻ അല്ല. ഒരു എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് അത് പ്ലേസ് ചെയ്യുന്ന ലൊക്കേഷനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് ലൊക്കേഷൻ ഷുഡ് ബി ക്ലീൻ, hygienic, as well as it is suitable for the operation being performed. So if we are using several equipments along with these equipments, we have to arrange the equipment in such a way that നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടേം ഇവിടെ നമ്മൾ യൂസ് ചെയ്യണം. It should allow as to allow a linear and sequential flow. ഓക്കെ, റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്ന രീതിയിൽ എക്യുപ്മെന്റ്സുകൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഫ്ലോ കിട്ടുന്ന രീതിയിൽ, ഒരു പ്രൊഡക്റ്റ് അടുത്ത മെഷീനിലോട്ട് പോകുന്നതിന് പകരം തിരിച്ചു വരാതിരിക്കാനുള്ള രീതിയിൽ, ആ രീതിയിൽ നമ്മൾ ഈ പറയുന്ന സാധനത്തിന് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ആൾസോ വി ഹാവ് ടു കൺസിഡർ വൈൽ പ്ലേസിംഗ് ദ എക്യുപ്മെന്റ്സ് ദ ഈസിനെസ് ഓഫ് ദ ക്ലീനിങ് ആസ് വെൽ ആസ് മെയിൻ്റനൻസ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്ന പല എക്യുപ്മെന്റ്സുകളായിരിക്കും നല്ല ടൈറ്റ് ആയിട്ട് വല്ല ബോൾട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ടൈറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം, റീഅസംബിൾ ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ വി ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് the method of cleanness as well as maintenance of equipments അതിനൊക്കെ ഈസി ആവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഓക്കെ, now coming to another important portion of this equipments, the selection of equipments. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അത്രത്തോളം ബാധിക്കുന്ന ഒരു സാധനമാണ് എക്യുപ്മെന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. Which will directly impact the efficiency of the production, quality assurance, regulatory compliance, as well as cost management. So that is the importance of selection of the equipment also. It will ensure the product quality. It will ensure the regulatory compliance. It will ensure the operational efficiency and scalability also. So in future, the company want to expand their business. They have to select an equipment which can be scalable. ഇപ്പോ ഇന്ന് അവർക്ക് മന്ത്ലി 1 lakh ടാബ്ലറ്റ് ആണ് മാനുഫാക്ചർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അവരുടെ ടാർഗറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് തന്നെ അടുത്ത വർഷം കൂടുതൽ ഔട്ട്പുട്ട് തരുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതല്ലാതെ പ്രസന്റ് സെനാരിയോ മാത്രം നോക്കിയിട്ടായിരിക്കരുത് ഒരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് വിൽ അഫക്ട് ദ സെലക്ഷൻ ഓഫ് ദ എക്യുപ്മെന്റ്? സോ ദീസ് ആർ ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് which we have to consider while selecting an equipment. First thing is compliance with the regulatory guidelines, type of product as well as process requirement, material of construction, capacity and scalability, ease of cleaning and maintenance, automation and process control, cost and energy efficiency, safety and ergonomics. Okay, so these are the different factors which has to be considered for selecting an equipment. So let's see one by one. So first one is compliance with the regulatory requirement or guidelines. So we have so many regulatory guidelines for pharmaceutical industry, like good manufacturing practice, as well as some of the validation, as well as qualification, like installation qualification, operational qualification, as well as performance qualification. So we have to select an equipment which will ensure or which will follow this kind of guidelines. അങ്ങനെയുള്ള ഒരു എക്യുപ്മെന്റ്സ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. കാരണം ഏതൊരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിലും അത് മാർക്കറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് സം റെഗുലേറ്ററി റിക്വയർമെന്റ്. അപ്പൊ അവർ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ മാത്രമേ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Now second one, we have to select an equipment based on the type of product which we are going to produce and the process which are required in that pharmaceutical industry. So like if we are going for
an equipment which is used in the tablet manufacturing. So we have to use some kind of equipments for granulator and tablet pressing machine or tablet punching machine, coating machine. So again, we have to consider some other factors. ഏതൊക്കെയാണ് എത്ര കിലോഗ്രാം വെയിറ്റ് ഉള്ള ഗ്രാനുലേറ്റർ വേണം, എത്ര ഔട്ട്പുട്ട് തരുന്ന ഗ്രാനുലേറ്റർ വേണം എന്നൊക്കെ നമ്മൾ വേറെ ഫാക്ടറാണ്. ഇവിടെ ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് ഇൻജെക്ടബിൾ മാനുഫാക്ചറിംഗ് വി ഹാവ് ടു പർച്ചേസ് സം equipments like sterilizer or aseptic filling machine or vial washers. If you are going to produce some kind of topical products like ointment mixers or tube filling machine, so based on the requirement we have to select the equipment. Now next one is material of construction. While selecting an equipments, we have to prefer, we have already the regulatory guidelines, so we have to select an material of construction which is non-reactive, non-corrosive and easy to clean. ഇപ്പൊ റഫ് ആയിട്ടുള്ള സർഫസ് തരുന്ന മെറ്റീരിയൽസ് കൊണ്ടൊക്കെയാണ് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് കൊറോഡ് ചെയ്യുന്ന സാധനം, റിയാക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. നമ്മൾ പല കെമിക്കൽസുകളും പല റോ മെറ്റീരിയൽസുകളും ഒക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ അങ്ങനെ ഇല്ലാത്തൊരു സാധനമായിരിക്കണം, നോൺ റിയാക്റ്റീവ് ആയിരിക്കണം, നോൺ കൊറോസീവ് ആയിരിക്കണം. വി ക്യാൻ പ്രിഫർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓഫ് 316L. അതാണ് നമ്മൾ നോർമൽ ആയിട്ട് ഫാർമ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ഒഫ്താൽമിക് ആസ് വെൽ ആസ് ബയോളജിക്കൽ products, we can go for the plastic as well as glass containers or glass materials. Now next factor is capability and capacity and scalability. That is another factor we have to consider while selecting an equipment, because ഇപ്പൊ നമ്മളുടെ കറണ്ട് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്താണ്, അത് എത്രത്തോളമാണ് ഔട്ട്പുട്ട് തരുന്നത്, ഒരു മിനിറ്റിൽ എത്ര ടാബ്ലറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ എത്ര കിലോഗ്രാം ഗ്രാനുലേറ്റ്, എത്ര കിലോഗ്രാം പൗഡർ കൊടുക്കുന്ന സമയത്താണ് എത്ര കിലോഗ്രാം ഗ്രാനുൾസുകൾ കിട്ടുന്നത്, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് വൈൽ സെലക്ടിങ് നമ്മൾ എന്താണോ ഫെസിലിറ്റി ഉള്ളത്, ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് എൻ R&D, വി ഹാവ് ടു യൂസ് സം എക്യുപ്മെന്റ് വിച്ച് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് പൈലറ്റ് സ്കെയിൽ. ഓക്കെ, ലാബ് സ്കെയിലാണെങ്കിൽ ലാബിലോട്ട് വേണ്ട ഔട്ട്പുട്ട് തരുന്ന ഒരു എക്യുപ്മെന്റ് നമുക്ക് ആവശ്യമുള്ളൂ. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ഫോർ ആൻ ഇൻഡസ്ട്രി, വി ഹാവ് ടു ചൂസ് ഫോർ ലാർജ് സ്കെയിൽ ഔട്ട്പുട്ട് തരുന്ന എന്തെങ്കിലും ഒരു കപ്പാസിറ്റി ഉള്ള എക്യുപ്മെന്റ്സുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. Now fifth one, easy of cleaning and maintenance as per the clean in place as well as sterilization in place guidelines. ഓക്കെ, അപ്പോ ഒരു എക്യുപ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വാങ്ങാന്നുള്ളത് എളുപ്പമാണ്. എളുപ്പം എന്ന് ഉദ്ദേശിച്ചത് ക്യാഷ് ഉണ്ടെങ്കിൽ ഇത് ഇവിടെ കൊടുന്ന് ഫിറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ശരിയാണ്. അത് ബട്ട് വൈൽ ഇയേഴ്സ് ഡൗൺ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാലം പോകുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ദർ വിൽ ബി സം കൈൻഡ് ഓഫ് വിയർ ആൻഡ് ടെയർ ആൻഡ് സം കൈൻഡ് ഓഫ് അക്യുമുലേഷൻ ഓഫ് ദ ടോക്സിസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇത് എത്രത്തോളം ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതും ക്ലീൻ ചെയ്യുന്നത് എടുത്തു കൊണ്ടുപോകാതെ ഇൻ പ്ലേസ് ക്ലീൻ ചെയ്യാനുള്ള ഫെസിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഉള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ആൾസോ സംടൈം വി ക്യാൻ കൺസിഡർ ദ എബിലിറ്റി ഓർ ഈസി ഡിസംബ്ലി ആസ് വെൽ ആസ് റീഅസംബ്ലി ഫെസിലിറ്റി ഓഫ് ദ എക്യുപ്മെന്റ്സ്. ചില സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ അഴിച്ചെടുത്തിട്ട് തന്നെ ക്ലീൻ ചെയ്യേണ്ട സാധനങ്ങളായിരിക്കും. അപ്പൊ അത് ഈസി ആണോ അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നൗ നെക്സ്റ്റ് പോയിന്റ് വി ഹാവ് ടു കൺസിഡർ ഈസ് ഓട്ടോമേഷൻ ആസ് വെൽ ആസ് പ്രോസസ് കൺട്രോൾ. നമ്മളിപ്പോ നിൽക്കുന്ന എറ എന്ന് പറയുന്നത് എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ആണ്. ഓക്കെ, സോ വരും കാലങ്ങളിൽ സ്വാഭാവികമായിട്ടും എക്യുപ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യാനും സ്വാഭാവികമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോ ഇപ്പൊ നമ്മളൊരു എക്യുപ്മെന്റ്സ് വാങ്ങുന്ന സമയത്ത് ഹൗ ക്യാൻ വി ഓട്ടോമേറ്റ് ദിസ് കൈൻഡ് ഓഫ് എക്യുപ്മെന്റ്സ് ബൈ യൂസിങ് സം കൈൻഡ് ഓഫ് കൺട്രോളർ ലൈക്ക് SADA, like supervisory control and data acquisition method or programmable logical control system. ഇതൊക്കെ എത്രത്തോളം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യാൻ. ഓക്കെ, നൗ നെക്സ്റ്റ് ഫാക്ടർ ഈസ് കോസ്റ്റ് ആൻഡ് എർഗണോമിക്സ് ഓർ എനർജി എഫിഷ്യൻസി, കോസ്റ്റ് ആൻഡ് എനർജി എഫിഷ്യൻസി. സോ എവറി എക്യുപ്മെന്റ്സ് നീഡ് സം കൈൻഡ് ഓഫ് മോട്ടോർ ഫോർ ഇറ്റ്സ് വർക്കിംഗ്. ചില സമയത്ത് അത് റൊട്ടേഷൻ ആയിരിക്കാം, ചില സമയത്ത് എന്തെങ്കിലും ഒരു രീതിയിലുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഇനീഷ്യൽ കോസ്റ്റ് കൺസിഡർ ചെയ്യണം, ഓപ്പറേഷൻ കോസ്റ്റ് കൺസിഡർ ചെയ്യണം, മെയിൻ്റനൻസ് കോസ്റ്റ് കൺസിഡർ ചെയ്യണം. ആൻഡ് ആൾസോ വി ഹാവ് ടു കൺസിഡർ ദ എക്യുപ്മെന്റ് വിത്ത് എനർജി എഫിഷ്യന്റ് മോട്ടോഴ്സ് ആസ് വെൽ ആസ് ലോ ഓപ്പറേഷണൽ കോസ്റ്റ്. ഇങ്ങനെയുള്ള സാധനം കൂടി നമ്മൾ അതിന്റെ കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫോർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് സേഫ്റ്റി ആസ് വെൽ ആസ് എർഗണോമിക്സ് for the safety of the person who are working in a pharmaceutical industry. So operator ആരാണോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ സേഫ്റ്റി മൈൻഡിൽ ഉണ്ടായിട്ട് വേണം നമ്മളൊരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യാൻ. സോ ദർ ഷുഡ് ബി സം ഫെസിലിറ്റീസ് ലൈക്ക്
സേഫ്റ്റി ഇന്റർലോക്ക് ഓർ അലാറം ഓർ എനർജി സ്റ്റോപ്പിംഗ് ബട്ടൺസ്, ഇങ്ങനെ എമർജൻസി സ്റ്റോപ്പിംഗ് ബട്ടൺസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് ergonomics design will ensure the easy of use, reduce the risk of operator fatigue as well as injury. ഇപ്പോ ഒരു എക്യുപ്മെന്റ്സിന്റെ ഡിസൈനിന്റെ സമയത്ത് തന്നെ മൂവിങ് പാർട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്യുപ്മെന്റ് ആയിരിക്കണം. അവിടോട്ടൊന്നും അറിയാതെ പോലും ഓപ്പറേറ്ററുടെ കൈയോ കാലോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ഭാഗങ്ങളോ ഒന്നും പോവാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള, റിസ്ക് കുറക്കുന്ന രീതിയിൽ, ഇഞ്ചുറി കുറക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനമായിരിക്കണം ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ക്യാൻ ആൾസോ കാറ്റഗറൈസ് ദ equipments based on the operation of the production process, like manufacturing equipments or packaging equipments or quality control or testing equipments. ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാണോ അല്ലെങ്കിൽ ഏത് സെക്ഷനിലോട്ടാണോ ഈ പറയുന്ന ഫാർമ ഇൻഡസ്ട്രിയിലോട്ട് ഒരു എക്യുപ്മെന്റ് വേണ്ടത്, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യേണ്ടത്. സോ പാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ if it is for a tablet or capsule, we have to go for blister packing machines. If it is used for individual dose strip packaging machine, if it is for an liquid as well as ointment or cream, we have to go for filling machines. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സുകളായിരിക്കണം. If it is for an quality control department, we have to go for some kind of equipments like HPLC or spectrophotometer or dissolution tester, etc. Okay, now coming to the another portion of this section, that is purchase specification. Okay, so what is mean by purchase specification? ഇത് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തന്നെ എന്താണ് പർച്ചേസ് സ്പെസിഫിക്കേഷൻ എന്ന് ഡിഫൈൻ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് ഈസ് ബീയിങ് പർച്ചേസ്. നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു സാധനത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അല്ലാത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും നമുക്ക് ഇതിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് ഇമാജിനറി ആയിട്ടുള്ള സാധനങ്ങളല്ല. നമുക്ക് എന്താണോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെഷീനിന് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന് എന്തൊക്കെയാണോ നമുക്ക് സ്പെസിഫിക്കേഷൻ ആവശ്യമുള്ളത്, ആ സാധനങ്ങളാണ്, അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ പർച്ചേസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ provide and blueprint for or clear guidelines for purchasing പേഴ്സണൽസ് ആരാണോ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇറ്റ് വിൽ ഗിവ് ആൻഡ് ഫ്രം ക്രൈറ്റീരിയ ഫോർ ദ വെണ്ടേഴ്സ് ടു ഇവാലുവേറ്റ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് അലൈൻ വിത്ത് ദ കമ്പനീസ് നീഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്. ആരെ കയ്യിൽ നിന്നാണോ ഈ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അവർക്കും ഒരു വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടുന്ന രീതിയിലുള്ള സാധനമാണ് പർച്ചേസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എക്യുപ്മെന്റ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് ആർ ദ ക്രിട്ടിക്കൽ കമ്പോണന്റ്സ് വിച്ച് വിൽ എൻഷുർ ദ സേഫ്റ്റി ആൻഡ് എഫിക്കസി ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. ഈ സേഫ്റ്റി ആൻഡ് എഫിക്കസി എന്ന് പറയുന്ന സാധനം ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെയോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അവിടെയൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിക്കൊണ്ടിരിക്കണം. ക്വാളിറ്റി അഷുറൻസിൽ ആകെ കാര്യമായിട്ട് വേണ്ട സാധനം ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഈ സെലക്ട് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് സ്പെസിഫിക്കേഷന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഇതാണ്, എല്ലാ ക്വാളിറ്റിയും റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ബിഫോർ പർച്ചേസിങ്. അതിന് മുന്നേ തന്നെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പർച്ചേസ് സ്പെസിഫിക്കേഷൻ? അഗെയിൻ as that of the selection, these are the some of the importance of purchase specification: to ensure the regulatory compliance, to ensure the product quality as well as safety, to ensure the operational efficiency, vendor clarity. That is another important concept we have to consider here while purchasing any product like equipments or raw material, because anyhow we are following GMP, good manufacturing practice. So vendor also have to follow GMP. ആരെടുത്തുനിന്നാണോ വാങ്ങുന്നത് അവരും GMP പ്രകാരം ആക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം എന്നുള്ളത്. ആരാണോ വെണ്ടർ, ആരാണോ നമുക്ക് സപ്ലൈ തരുന്നത്, അവരും ഇത് ഫോളോ ചെയ്യുന്ന ആളായിരിക്കണം. ആൻഡ് ആൾസോ ഫോർ ദ കോസ്റ്റ് കൺട്രോൾ. ഓക്കെ, സോ ദീസ് ആർ ദ സം ഓഫ് ദ എലമെന്റ്സ് ഓഫ് പർച്ചേസ് സ്പെസിഫിക്കേഷൻ ഓഫ് ഫോർ എക്യുപ്മെന്റ്സ്. ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ഫ്രം ദ റോ മെറ്റീരിയൽ. സെയിം സാധനമാണെന്ന് വിചാരിക്കരുത്. ഇതാണ് എക്യുപ്മെന്റ്സിനുള്ള ഡിഫറെന്റ് പാർട്സ് ഓഫ് പർച്ചേസ് സ്പെസിഫിക്കേഷൻ: യൂസർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, technical specification, validation and qualification requirement, maintenance and spare parts, environmental and utility requirement, and automation and control system. So first one is user requirement specification or URS. So this is a document which will define what the equipment must achieve from an user perspective. ഒരു കമ്പനി ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് വേണ്ട സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗമാണ്
യൂസർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയും. സോ ഇറ്റ് ഇൻക്ലൂഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. സോ ഒരാൾ പറയാണ്, ഒരു മാനുഫാക്ചറർ പറയാണ്, എനിക്ക് ഒരു മണിക്കൂറിൽ 1,00,000 ടാബ്ലറ്റ്സുകൾ മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്യുപ്മെന്റ്, ടാബ്ലറ്റ് പഞ്ചിങ് മെഷീൻ ആണ് വേണ്ടത്. സോ ദാറ്റ് ഈസ് വൺ കൈൻഡ് ഓഫ് യൂസർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. നൗ ഫംഗ്ഷനാലിറ്റി, ദ എക്യുപ്മെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മിക്സിംഗ് ഓർ സ്റ്റെറിലൈസേഷൻ ഓർ കോട്ടിംഗ്. എന്ത് പർപ്പസിനാണ് ഞങ്ങൾ ഇത് വാങ്ങുന്നത് എന്നുള്ളത് നിർബന്ധമായിട്ടും അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് പ്രോസസ് റിക്വയർമെന്റ് ലൈക്ക് വാട്ട് ആർ ദ temperature, pressure, humidity, and mixing speed of this equipment which is required for an process in an pharma industry. അവർ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ എത്ര ടെമ്പറേച്ചർ ഉണ്ടാവും, ആ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത്. അതാണ് അവരുടെ യൂസർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ റെഗുലേറ്ററി complaints, it must adhere with the GMP, FDA guidelines and other relevant regulation and safety features like alarm, interlock, emergency shutdown system. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെന്ന് ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ ഒരാൾ മാത്രം എടുക്കുന്ന തീരുമാനമല്ല. ഈ സ്പെസിഫിക്കേഷൻ, അതിന്റെ സ്റ്റെപ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. Now coming to the technical specification. So what are the technical aspects or technical requirement of the equipments? Like which material of construction should be used for the construction of equipments? Like stainless steel ആണോ, അല്ല ഇനി വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണോ? So we have to keep in mind that the product or material of construction should be non-corrosive as well as it should not produce any kind of contamination. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം. And what is the dimension and weight of the equipments? ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ഫാർമ ഇൻഡസ്ട്രി ലേഔട്ട് ഡിസൈൻ ചെയ്ത സമയത്ത് അവര് ഒരു സ്പെസിഫിക് ഏരിയ, സ്ക്വയർ ഫീറ്റ് കണ്ടെത്തിയിട്ടുണ്ടാവും. ടാബ്ലറ്റ് ഗ്രാനുലേഷൻ നടത്താൻ ഇത്ര ഏരിയ ഉള്ളതാണ്. സ്വാഭാവികമായിട്ടും അവർ കൊടുക്കുന്ന എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ കൊള്ളുന്ന വെയിറ്റ്, അതുപോലെ തന്നെ സൈസ് ഉള്ള സാധനങ്ങളായിരിക്കണം, ഡയമെൻഷൻ ഉള്ള സാധനമായിരിക്കണം. പവർ റിക്വയർമെന്റ്, വോൾട്ടേജ് ആൻഡ് എനർജി കൺസപ്ഷൻ എത്രത്തോളം പറ്റുന്ന എക്യുപ്മെന്റ്സുകളാണ് എന്നുള്ളത്. കൺട്രോൾ സിസ്റ്റം ലൈക്ക് ഓട്ടോമേറ്റഡ് കൺട്രോൾ സിസ്റ്റം ലൈക്ക് SCADA as well as PLA. Then cleaning and sterilization, എത്രത്തോളം ക്ലീൻ ഇൻ പ്ലേസ് ആസ് വെൽ ആസ് സ്റ്റെറിലൈസേഷൻ ഇൻ പ്ലേസ് പോസിബിൾ ആണ്. ഇതൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിൽ. Now coming to the third one, validation and qualification requirement. So again, the equipment must follow some kinds of standards which will meet the standards for installation qualification, operational qualification and performance qualification. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ഒരേ പ്രൊഡക്റ്റ് തരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. Now നെക്സ്റ്റ് വൺ ഈസ് മെയിൻ്റനൻസ് ആൻഡ് സ്പെയർ പാർട്ട്. പർച്ചേസ് സ്പെസിഫിക്കേഷനിൽ നിർബന്ധമായിട്ടും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം വാട്ട് ആർ ദ മെയിൻ്റനൻസ് ഷെഡ്യൂൾ. എത്ര സമയത്തിൽ നിങ്ങൾക്ക് ഒരു വെണ്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സപ്ലയർ എന്നുള്ള രീതിയിൽ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ആൻഡ് ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് യു വിൽ ബി പ്രൊവൈഡഡ്. ആൻഡ് സ്പെയർ പാർട്ട് അവൈലബിലിറ്റി, ഏതൊക്കെ സ്പെയർ പാർട്ടാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്പെയർ പാർട്സുകൾ, അത് എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളത്. ആൻഡ് വാറന്റി ആസ് വെൽ ആസ് ആഫ്റ്റർ സെയിൽ സർവീസ്, ഇതെല്ലാം പർച്ചേസ് സ്പെസിഫിക്കേഷനിൽ നിർബന്ധമായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. Now fifth one, environmental and utility requirement. So while using or while selecting an equipment, we have to specify the environmental condition of our operations. ഒരു ഫാർമ ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ് നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഓപ്പറേഷൻസിന് എത്ര ടെമ്പറേച്ചർ ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എത്ര ഹ്യൂമിഡിറ്റി ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആയിരിക്കണം. ദെൻ ഇഫ് ദിസ് എക്യുപ്മെന്റ് റിക്വയർ എനി കൈൻഡ് ഓഫ് യൂട്ടിലിറ്റി സർവീസ്, ചില എക്യുപ്മെന്റ്സിലോട്ട് നമ്മൾ വാക്വം കൊടുക്കാനുള്ളതുണ്ടാവും, ചിലതിൽ വാട്ടർ സപ്ലൈ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ യൂട്ടിലിറ്റി സർവീസ് ഇതേ എക്യുപ്മെന്റിന് ആവശ്യമാണോ? കോമൺ ആയിട്ടുള്ള ലേ ഔട്ടിലോട്ടുള്ള യൂട്ടിലിറ്റി അല്ല പറയുന്നത്. ഓരോ എക്യുപ്മെന്റ്സിലോട്ടും ചില സമയത്ത് നമ്മൾ വാക്വം അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹീറ്റിംഗ് കോയിൽ, കൂളിംഗ് സിസ്റ്റം വേണ്ടി വരും. അപ്പൊ അതിനൊക്കെ വാട്ടർ സിസ്റ്റത്തിന്റെ കണക്ഷൻ ആവശ്യമുണ്ടോ? നോയ്സ് ആൻഡ് എമിഷൻ, എത്രത്തോളം നോയ്സ് റിഡക്ഷൻ ഉണ്ടാവണം, എത്രത്തോളം കൺട്രോളബിൾ ആയിരിക്കണം എന്നുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് 6 വൺ ഈസ് ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റം. സോ നേരത്തെ പറഞ്ഞു, സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ
ഈ നമ്മൾ മാനുവൽ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടി ഫ്യൂച്ചറിൽ അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ബൈ യൂസിങ് ഓട്ടോമേറ്റഡ് സിസ്റ്റം ഇറ്റ് വിൽ എൻഹാൻസസ് ദ പ്രോസസ് consistency as well as precision, and it will reduces the human error, and it will ensure the real time data collection as well as monitoring and control of critical parameters to ensure the consistency of the quality. Quality by design എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ കുറെ അധികം പാരാമീറ്റേഴ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിട്ടിക്കൽ ക്വാളിറ്റി പാരാമീറ്റർ എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന പാരാമീറ്റേഴ്സുകളാണ്. ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു ഫാക്ടറാണ് ക്വാളിറ്റിനെ അഫക്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഓട്ടോമേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇന്റഗ്രേറ്റ് വിത്ത് സം കൈൻഡ് ഓഫ് സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം ഓർ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ സിസ്റ്റം, ഇതുപോലെയുള്ള സിസ്റ്റംസുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. Now, coming to the steps for preparation of purchase specification. So, purchase specification എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞു. അതിലുണ്ടാവേണ്ട എലമെന്റ്സുകൾ അല്ലെങ്കിൽ പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ആരാണ് ഉണ്ടാക്കുന്നത്? അതിന് 4 സ്റ്റെപ്സുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡിഫൈൻ യൂസർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. സോ ഹൗ ക്യാൻ ബി ഡിഫൈൻ ആൻഡ് യൂസർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ? ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് സ്വാഭാവികമായിട്ടും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല. ആരാണോ വിയർ ഹൗസിലുള്ള ഹെഡ് അല്ലെങ്കിൽ അവർ മാത്രമായിട്ടല്ല. ഹു ആർ ദ ഹെഡ് ഓഫ് ദി പ്രൊഡക്ഷൻ, ക്വാളിറ്റി അഷ്യൂറൻസ്, എഞ്ചിനീയറിംഗ് ടീം. കാരണം ഇതൊരു ടീം വർക്കാണ്. ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ പ്രോസസ്സിലുള്ള ആൾക്കാർക്ക് അറിയാം എന്ത് എക്യുപ്മെന്റ്സ് ആണ് അവർക്ക് വേണ്ടത്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനും അവരുടെ അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കണം നമ്മൾ യൂസർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻസുകൾ ഉണ്ടാക്കേണ്ടത്. ആൻഡ് ഇറ്റ് വിൽ ഔട്ട്ലൈൻ ദ റിക്വയർഡ് കപ്പാസിറ്റി, ഓപ്പറേഷണൽ പാരാമീറ്റർ ആൻഡ് ക്രിട്ടിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് മസ്റ്റ് ഹാവ് ഫോർ ആൻ എക്യുപ്മെന്റ്സ്. ഓക്കെ. Now, second one, once we define the user requirement specification, we have to go for an research and benchmarking. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഒരു എക്യുപ്മെന്റ് വാങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ വാങ്ങുന്ന സമയത്ത് we have to compare our product with the current മാർക്കറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുമായിട്ട് നമ്മളെ കോസ്റ്റ് എഫക്റ്റീവ് ഒക്കെ നോക്കിയിട്ട് വേണം കൺസിഡർ ചെയ്യാനുള്ളത്. അപ്പോ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഉള്ള സാധനം തന്നെയാണോ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നില്ല, കോസ്റ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു ലുക്ക് ഫോർ ഇറ്റ്. ഓക്കെ. അപ്പോൾ ഇത് റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മളൊരു സാധനം ഒരു ഡിഫൈൻ ചെയ്തു വെച്ചു. ഈ ഡിഫൈൻ ചെയ്ത് വെച്ച സാധനം ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനമാണെന്ന് നമ്മളൊന്ന് റിസർച്ച് നടത്തും. ഓക്കെ. നൗ തേർഡ് വൺ ഈസ് വെണ്ടർ ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ. സോ നമ്മൾ ഉദ്ദേശിച്ച ഒരു എക്യുപ്മെന്റ് തരാൻ കുറെ അധികം വെണ്ടേഴ്സുകൾ അല്ലെങ്കിൽ സപ്ലയേഴ്സുകൾ മാർക്കറ്റിൽ ഉണ്ടാവും. വി ഹാവ് ടു സെലക്ട് വൺ വെണ്ടർ ബൈ കൺസിഡറിങ് their track history അല്ലെങ്കിൽ track record, regulatory compliance history, technical expertise, ability to meet the required quality, standard cost and after sale service. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം വെണ്ടർ ലിസ്റ്റിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള വെണ്ടർ ലിസ്റ്റുകൾ ഉണ്ടാവും. ഈ വെണ്ടേഴ്സിനെ കുറിച്ച് ഓഡിറ്റ് ഒക്കെ നടത്തി ആരൊക്കെയാണ് റെഗുലേറ്ററി കംപ്ലൈൻസ് ഫോളോ ചെയ്യുന്നത്, അല്ലാത്തത് ആരൊക്കെയാണ് ഇതിൽ ഫേക്ക് കാണിക്കുന്നത് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് വെണ്ടേഴ്സ് ഉണ്ടാവും. ആ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് വി വിൽ ഗിവ് ആൻ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ഓസ് വെൽ ആസ് റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ ഫോർ ദിസ് വെണ്ടർ ഫ്രം ദിസ് വെണ്ടർ ലിസ്റ്റ്. ഓക്കെ. നമ്മളൊരു വെണ്ടർ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് നമ്മളെ സ്പെസിഫിക്കേഷൻ അയച്ചു കൊടുത്തിട്ട് അവരിരുന്ന് കൊട്ടേഷൻ എടുക്കും. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആരാണോ ലീസ്റ്റ് ആയിട്ട് ഈ പറയുന്ന സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. Now after so along with this request form they have to give some kind of documents like technical documents like equipments manual, operational guidelines, certificate of compliance, calibration certificate. ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൊടുക്കണം. അതായത് വെൻഡേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് further, if they are selecting that kind of vendor after installation, they should give
ട്രെയിനിങ് റിക്വയർമെന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സൈറ്റിൽ ഈ പറയുന്ന എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനൊരു ട്രെയിനിങ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളും ഈ പറയുന്ന വെണ്ടേഴ്സുകൾ തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫാറ്റ് ആൻഡ് സാറ്റ് ടെസ്റ്റിംഗ് റിക്വയർമെന്റ്. അപ്പോ നമ്മളൊരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ സെലക്ട് ചെയ്തു, അതിനനുസരിച്ച് ഒരു റിസർച്ച് ഒക്കെ നടത്തി, അതിനുശേഷം നമ്മളൊരു വെണ്ടറെ സെലക്ട് ചെയ്തു. വെണ്ടർ സപ്ലൈ തരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ 2 ടെസ്റ്റുകളാണ് ചെയ്യുക. ഫാക്ടറി അക്സെപ്റ്റൻസ് ടെസ്റ്റും അതുപോലെ തന്നെ സൈറ്റ് അക്സെപ്റ്റൻസ് ടെസ്റ്റും. ഓക്കെ. ഈ ഫാക്ടറി അക്സെപ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ എക്യുപ്മെന്റ് ഫാർമ ഇൻഡസ്ട്രിയുടെ ലൊക്കേഷനിലോട്ട് എത്തുന്നതിന് മുന്നേ നമ്മൾ അവിടെ പോയിട്ട് എക്യുപ്മെന്റ്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്, അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ റിക്വയർമെന്റ്സുകളൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആസ് പെർ ദ സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. രണ്ടാമത്തേത് സൈറ്റ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ വെദർ ദിസ് എക്യുപ്മെന്റ് ഈസ് ഓപ്പറേറ്റിംഗ് പെർഫെക്റ്റ്ലി ഓർ നോട്ട്, അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം ഇൻഡസ്ട്രിയിൽ ബാക്കിയുള്ള എക്യുപ്മെന്റ്സുമായിട്ടൊക്കെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പർച്ചേസ് സ്പെസിഫിക്കേഷന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ദീസ് ആർ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് പർച്ചേസ് സ്പെസിഫിക്കേഷൻ. Now, this is an example of purchase specification of an tablet punching machine. So, we have to mention production capacity like 1 lakh tablet per hour. അതാണ് നമ്മളെ റിക്വയർമെന്റ്. കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 1 lakh ടാബ്ലറ്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. All material should be constructed with the stainless steel 316L and power supply must be 220 volt or 380 volt with 50 hertz and 3 phase വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആയിരിക്കണം. കൺട്രോൾ സിസ്റ്റം ലൈക്ക് PLC as well as SCADC ഇന്റഗ്രേഷൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ then compatible with ഇൻസൈറ്റ് ക്ലീനിങ് ആസ് വെൽ ആസ് ഇൻസൈറ്റ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്, അതിന് കോമ്പാക്റ്റബിൾ ആണോ. then safety features, emergency stop button, automated shut off, over pressurized, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളത്. ഓക്കെ. Now, once the purchase of this equipment is over, we have to install it in our specified layout. എവിടെയാണോ നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അവിടെ കൊടുന്ന് മാനുഫാക്ചറിന്റെ സ്പെസിഫിക്കേഷൻ പ്രകാരം തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് വി ഹാവ് ടു പ്രൊവൈഡ് സഫീഷ്യന്റ് യൂട്ടിലിറ്റീസ് ഇഫ് റിക്വയർഡ്. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള എക്സ്ട്രാ യൂട്ടിലിറ്റീസ്, വാട്ടർ സപ്ലൈ, എയർ സപ്ലൈ അല്ലെങ്കിൽ ഹീറ്റ്, ഇതൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യണം. ആൻഡ് വി ഹാവ് ടു കൺസിഡർ വൺ മോർ തിങ്, ഓൾ ദിസ് സപ്ലൈ ഷുഡ് നോട്ട് എൻ്റർ ഇൻ ടു ദ പ്രൊഡക്ഷൻ ഏരിയ. നമ്മൾ നേരത്തെ ഫാർമ ഇൻഡസ്ട്രിയിലെ യൂട്ടിലിറ്റീസ് പറയുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെന്റുകൾ മാത്രമേ ഫാർമ ഇൻഡസ്ട്രിയുടെ ലേഔട്ടിലോട്ട് വരാൻ പാടുള്ളൂ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫിൽറ്റേഴ്സുകളാണെങ്കിലും ബാക്കിയുള്ള പൈപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരു കാരണവശാലും പ്രൊഡക്ഷൻ ഏരിയയിലോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും വാട്ടർ സപ്ലൈ ആണെങ്കിലും എയർ സപ്ലൈ ആണെങ്കിലും ഇതിനു വേണ്ട പൈപ്സുകൾ മാത്രം, ആ ഒരു വെന്റുകൾ മാത്രമേ ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഏരിയയിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. ആൻഡ് ഇൻ കേസ് വൺസ് ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഡ്യൂറിങ് ദ വർക്കിംഗ് പീരിയഡ് അത് എന്തെങ്കിലും കാരണം കൊണ്ട് അത് ഡാമേജ് ആയി, ഡിഫക്റ്റീവ് ആയി, സോ ഇറ്റ് മസ്റ്റ് ബി റിമൂവ്ഡ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ലാബിൾഡ്. അത് പ്രോപ്പർ ആയിട്ട് ലാബിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. മാൽ ഫങ്ഷൻഡ് ആണ് എന്നുള്ളത് ലാബിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താണ് അതിന്റെ ഡിഫക്റ്റീവ് സ്റ്റേറ്റ് എന്നുള്ളത് അവിടെ നിർബന്ധമായിട്ടും അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. നൗ കമ്മിങ് ടു ദ മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. സിലബസിൽ പറഞ്ഞിട്ടുള്ളത് പർച്ചേസ് സ്പെസിഫിക്കേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് എന്നുള്ളതാണ്. സോ പ്രോപ്പർ ആയിട്ടുള്ള റിട്ടേൺ പ്രൊസീജിയർ പ്രകാരം ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സാധനമായിരിക്കണം. റെഗുലർ ആയിട്ട് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സാധനമായിരിക്കണം. at regular interval between as well as between different batch of production to avoid the risk of cross contamination. There should be an cleaning validation. ഏതാണോ ക്ലീനിങ് പ്രൊസീജിയർ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാലിഡേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഫോർ എക്യുപ്മെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റെറൈൽ പ്രൊഡക്റ്റ്, additional steps need to be taken like sanitization and sterilization and regular maintenance for all the critical equipments to ensure there is no malfunction during processing run. So there are different types of maintenance like preventive maintenance as well as corrective maintenance and calibration. So ഇത് മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ് എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. So there are 3 types of maintenance: preventive maintenance, corrective maintenance as well as calibration. So what is mean by preventive maintenance? As the name indicate, ഒരു എക്യുപ്മെന്റ്സ് അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതിനൊരു ഫർദർ ആയിട്ട് ഫ്യൂച്ചറിൽ നമ്മളൊരു
ഒരു ഫാൾട്ട് വരും അല്ലെങ്കിൽ മാൽ ഫങ്ഷനിങ് വരും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള ടൈം ഇന്റർവെൽസിൽ മാനുഫാക്ചറർ റെക്കമെൻഡേഷൻ പ്രകാരമോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്ററുടെ എക്സ്പീരിയൻസ് കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റും ഓരോ എക്യുപ്മെന്റ്സും എത്ര സമയം കൊണ്ടാണ് യൂഷ്വലി ഇതിലൊരു മാൽ ഫങ്ഷനിങ് വരിക. അപ്പൊ മാൽ ഫങ്ഷനിങ് വരുന്നതിന് മുമ്പ് തന്നെ ആ മെയിൻ്റനൻസ് തീർക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ഇൻസ്പെക്ഷൻ, ക്ലീനിങ്, ലൂബ്രിക്കേഷൻ, കാലിബ്രേഷൻ, റീപ്ലേസ്മെന്റ് ഓഫ് ഓൺ പാർട്സ് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺപ്ലാൻഡ് ഡൗൺ ടൈം. ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സ്റ്റക്ക് ആവുന്ന പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി നമ്മൾ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ചെയ്യാം. ഓക്കെ, നൗ സെക്കൻഡ് വൺ ഈസ് കാലിബ്രേഷൻ. Calibration is performed to check whether the equipment is giving accurate and precise measurement. Okay. അപ്പോൾ ഒരു എക്യുപ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഔട്ട്പുട്ട് ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ കിട്ടുന്ന ഔട്ട്പുട്ട് കൺസിസ്റ്റന്റ് ആണോ പ്രിസൈസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലിബ്രേഷൻ ചെയ്യുന്നത്. അപ്പൊ കാലിബ്രേഷൻ ചെയ്യുന്ന സമയത്തും നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ കറക്റ്റീവ് മെയിൻ്റനൻസ്. കാലിബ്രേഷൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കറക്റ്റീവ് മെയിൻ്റനൻസ് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. Now corrective maintenance, once we find out some kind of variation is there or some kind of malfunction is there in the equipments, we have to go for the corrective maintenance. Okay, failure ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാൽഫങ്ഷനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് all the things should be documented. അത് whether it is for an preventive maintenance, whether it is for an calibration or whether it is for an kind of corrective maintenance, all the documents should be documented. എന്തിനുള്ള സാധനങ്ങളും എന്നാണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് നടത്തിയത്, എത്ര ടൈം ഇന്റർവെല്ലാണ്, ആരാണ് നടത്തിയത്, എന്താണ് അതിന്റെ വേരിയേഷൻ ഉണ്ടായത്, വേരിയേഷൻ ഉണ്ടായ സമയത്ത് അതിനെ റെക്ടിഫൈ ചെയ്യാൻ എന്താണ് കറക്റ്റീവ് മെഷേഴ്സ് എടുത്തത്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നിർബന്ധമായിട്ടും അവിടെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്വാളിഫിക്കേഷൻ ആൻഡ് കാലിബ്രേഷൻ. ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ ഡിസൈൻ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് സെലക്ഷൻ തൊട്ട് തുടങ്ങുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ സെലക്ഷൻ തൊട്ട് തുടങ്ങുന്ന സാധനങ്ങൾ അതിന്റെ ഇൻസ്റ്റലേഷൻ, ഓപ്പറേഷൻ ആൻഡ് പെർഫോമൻസ് ക്വാളിഫിക്കേഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽസിൽ നടത്തിക്കൊണ്ടിരിക്കണം. അവിടെ എന്തെങ്കിലും ഡിഫക്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യണം, അത് കറക്റ്റ് ആയിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തെങ്കിലും രീതിയിലുള്ള മാൽ ഫങ്ഷനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റീവ് ആക്ഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കണം. ഓൾ ദ തിങ്സ് ഷുഡ് ബി ഡോക്യുമെന്റഡ് ആൻഡ് ഇഫ് ദേ ആർ യൂസിങ് ആൻ കമ്പ്യൂട്ടറൈസ്ഡ് ഡോക്യുമെന്റേഷൻ പ്രൊസീജിയർ ദേ ആൾസോ ഹാവ് ടു യൂസ് ആൻ ഹാർഡ് കോപ്പി ഡോക്യുമെന്റേഷൻ ആൾസോ. ഈ പറയുന്ന സാധനങ്ങളൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബാക്കപ്പ് ഫയൽ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ആൻഡ് സ്റ്റോർഡ് ആസ് ആൻ ഹാർഡ് കോപ്പി ആൾസോ ഹാസ് ടു ബി മെയിൻറ്റെയിൻ. ഓക്കെ, ആൻഡ് ഡോക്യുമെന്റേഷൻ സ്പെസിഫിക്കലി ഓരോ എക്യുപ്മെന്റിന്റെയും ഡോക്യുമെന്റേഷനിലോട്ട് വരുന്ന സമയത്ത് എവറി ഡോക്യുമെന്റ് ഷുഡ് ഹാവ് ആൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ കോഡ്. ഓക്കെ, ഈ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ കോഡ് അല്ലെങ്കിൽ നമ്പറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി മെൻഷൻഡ് ഇൻ ദ ബാച്ച് മാനുഫാക്ചറിംഗ് റെക്കോർഡ്. BMR എന്ന് പറയുന്ന സാധനമുണ്ട്. BMR എന്താന്നുള്ളതൊക്കെ അടുത്ത യൂണിറ്റുകളിലായിട്ട് പഠിക്കാനുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കണ്ടന്റും അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത യൂണിറ്റിൽ പഠിക്കും. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നമുക്ക് രണ്ട് രീതിയിലുള്ള റെക്കോർഡുകളാണുള്ളത്. ബാച്ച് മാനുഫാക്ചറിംഗ് ഉണ്ട്, ടോട്ടൽ ആയിട്ടുള്ള മാനുഫാക്ചറിങ് റെക്കോർഡും ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഫോർമുലയും വർക്കിംഗ് ഫോർമുലയും നമ്മൾ ഡിസ്പെൻസിംഗിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആണെന്ന് മാത്രം ഞാൻ പറയാം. ഒഫീഷ്യൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R&D ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിട്ടുള്ള ഒരു 500 mg ടാബ്ലറ്റ് ആണെങ്കിൽ അതിലുള്ള ഓരോ മെറ്റീരിയലും എത്രണ്ണം വേണം, എത്ര സ്പീഡിൽ അത് ഗ്രാനുലേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറെ പാരാമീറ്റേഴ്സുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്. ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ഡാറ്റ ബാച്ച് മാനുഫാക്ചറിംഗ് റെക്കോർഡ് വിൽ ബി പ്രിപ്പയർഡ്. അതായത് ഒരു ബാച്ചിൽ എത്ര ടാബ്ലറ്റ്സുകളാണോ മാനുഫാക്ചർ ചെയ്യുന്നത് അതിനനുസരിച്ച് ഓരോ റോ മെറ്റീരിയലിന്റെയും വെയിറ്റ് എത്ര വേണം, ഓരോ റോ മെറ്റീരിയലിന്റെയും എത്ര സമയം കൊണ്ടാണ് ഇത് ഗ്രാനുലേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. ഇപ്പോ ഈ BMR ഡാറ്റയിൽ, ഈ BMR റെക്കോർഡിൽ ഏത് എക്യുപ്മെന്റ് യുണീക്ക് കോഡ് നമ്പർ ഉള്ള ഏത് എക്യുപ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിർബന്ധമായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ദർ ഷുഡ് ബി ആൻ സെപ്പറേറ്റ് ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ലോഗ് ബുക്ക് ഫോർ ഈച്ച് മേജർ എക്യുപ്മെന്റ്സ്. ഓരോ എക്യുപ്മെന്റിനും ഓരോ ലോഗ് ബുക്കുകൾ ഉണ്ടായിരിക്കണം, മെയിൻ്റനൻസ് റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി ആൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോർ ഈച്ച് എക്യുപ്മെന്റ്സ്. ദെൻ major equipment used in the manufacturing in a given batch must be labeled with the detailed of product and batch number. That is another mandatory thing. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ബാച്ച് നടക്കുന്ന സമയത്ത് എക്യുപ്മെന്റിന്റെ മുകളിൽ നിർബന്ധമായിട്ട് ലാബൽ ചെയ്തുകൊണ്ടിരിക്കണം. ഈ എക്യുപ്മെന്റ് ഇന്ന പ്രൊഡക്റ്റിന്റെ ഇന്ന ബാച്ച് നമ്പറുള്ള ഇന്ന എക്സ്പയറി ഡേറ്റ് ഉള്ള പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്ന എക്യുപ്മെന്റ് ആണ്
എന്നുള്ളത് നിർബന്ധമായിട്ടും ലാബിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ എക്യുപ്മെന്റ് സെലക്ഷൻ, purchase specification and maintenance of equipments in and pharma industry. So these are the some of the questions from this topic. Explain the selection, purchase and maintenance of equipments as an essay question for 10 marks. How will you maintain the store for raw material? It will come in next part of this session, raw materials. And explain the type of equipment maintenance. So we have mentioned the preventive maintenance, calibration and corrective maintenance. And write about the purchase specification as a general, both for raw material as well as equipments. മൂന്ന് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പർച്ചേസ് സ്പെസിഫിക്കേഷൻ എന്താണ് എന്നുള്ളത്. So that's these are the some of the references for this session. So that's all about the equipments in pharma industry, its maintenance as well as purchase specification. Thank you.